ഹായ്, സോ ഗുഡ് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. സോ എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കണോ, പ്രതീക്ഷിക്കണോ? അമ്പോ വെൽക്കം ബാക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നല്ല ഗംഭീര സിനിമ. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ഇതിൻ്റെ അകത്ത് സസ്പെൻസോ ടെസ്റ്റോ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് കയറി ചെല്ലണ്ടായെന്ന്. അത് തന്നെയാണ് എനിക്ക് ഇനി കാണാനിരിക്കുന്ന പ്രേക്ഷകരോടും പറയാനുള്ളത്. ആരും സസ്പെൻസോ ടെസ്റ്റോ പ്രതീക്ഷിച്ചുകൊണ്ട് പോകണ്ട. പക്ഷെ നമുക്ക് എന്തിനാ സസ്പെൻസും ടെസ്റ്റും ഒക്കെ? അതിന് പകരമായിട്ട് ഇവർ നമുക്കൊരു ത്രില്ലറല്ലേ സമ്മാനിച്ചിരിക്കുന്നേ. ത്രില്ലർ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു സെൻസിലാണ്. ഈ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ വളരെ എൻഗേജിങ് ആയിട്ട് ഇതിങ്ങനെ കണ്ടിരിക്കും. ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവോൾവ് ആവും. അതിൻ്റെ അകത്തൊരു ത്രില്ലുണ്ട്. പടം തുടങ്ങി കുറച്ചുകൂടി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് എന്താണ് കേസ്, ആരാണ് പ്രതി എന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഈ സംഭവം കോടതിക്കകത്ത് ഇവരെങ്ങനെ പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നൊരു സംഭവം. അല്ലെങ്കിൽ അതാണ് മെയിനായിട്ടുള്ളൊരു പരിപാടി. അതിൻ്റെ അകത്ത് പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന സിദ്ദിഖായിക്കോട്ടെ, നമ്മുടെ അനശ്വരയ്ക്ക് വേണ്ടി വാദിക്കുന്ന ലാലേട്ടനായിക്കോട്ടെ, രണ്ടുപേരും ഇതിൻ്റെ അകത്ത് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ലാലേട്ടനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ, ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരെയും കുറിച്ചിട്ട് നല്ല ഗംഭീരമായിട്ട് പറയണം. അനശ്വരയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എടുത്തു പറയണം. അതിൻ്റെ അകത്ത് പുള്ളിക്കാരി പൊട്ടിക്കരയുന്നൊക്കെ ഒരു സീനുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സത്യത്തിൽ ഭയങ്കരമായിട്ടൊരു വിഷമമൊക്കെ തോന്നും. അതൊക്കെ വളരെ ഫീലിങ്ങോട് കൂടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആ കൊച്ചു ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് അനശ്വരയുടെ പരിപാടികളൊക്കെ വർക്കായിട്ടുണ്ട്. ഇപ്പോൾ സിദ്ദിഖും അനശ്വരയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ സാഹചര്യം ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്തായാലും കാണൂ. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സീനിൽ എന്താ പറയുക, സിദ്ദിഖ് വർത്താനം പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പുള്ളിയോട് ദേഷ്യമൊക്കെ തോന്നും. ആ സീന് സിദ്ദിഖ് ചെയ്തിരിക്കുന്നത് വേറെ ലെവലിലാണ്. സിദ്ദിഖ് അത് പെർഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് അനശ്വര ഒരു റിയാക്ഷൻ കൊടുക്കുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിലും ആ സീനൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ഇല്ലാതായി പോവും. അപ്പം അത് ഈ രണ്ട് പെർഫോമേഴ്സിൻ്റെയും ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള സംഭവം തന്നെയാണ്. ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള കാസ്റ്റിംഗ് തന്നെയാണ്. അത് നമ്മൾ എടുത്തു പറയണം. ലാലേട്ടൻ, സിദ്ദിഖ്, അനശ്വര, സിദ്ദിഖിൻ്റെ ഭാര്യ മറ്റേ അനശ്വരയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ സ്ത്രീ ആയിക്കോട്ടെ, ജഗദീഷ് ചേട്ടൻ ആയിക്കോട്ടെ, ലാലേട്ടൻ്റെ കൂടെ എന്താണ് നടക്കുന്ന അവരുടെ പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, അവരായിക്കോട്ടെ, ഗണേഷ് ആയിക്കോട്ടെ, എല്ലാവരും ഇതിൻ്റെ അകത്ത് അവരവരുടെ റോള് നല്ല ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. സീൻസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് ഭയങ്കര സ്പോയിലർ അല്ലെങ്കിൽ സസ്പെൻസ് ട്വിസ്റ്റ് ഇതൊന്നും ഉണ്ടായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് നിങ്ങൾ വളരെ ഫ്രഷ് ആയിട്ട് തന്നെ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ഇതൊരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. OTT കിണ്ടിയൊന്നുമല്ല. എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ അകത്തുള്ള കോണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. മനസ്സിലായല്ലോ, നല്ലൊരു കോണ്ടന്റ് ആണ്. ആൻഡ് ഞാൻ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ചിട്ട്. പുള്ളി വെറുതെ ഒരു പടം എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാറിനെ കൊണ്ടൊരു പടം എടുപ്പിച്ചിട്ട് കുറച്ച് കാശങ്ങ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു പണി ഒപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ല. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സംവിധായകനാണ് ജിത്തു ജോസഫ് എന്ന് പറയുന്നത്. ആ ആത്മാർത്ഥത ഇതിൻ്റെ അകത്ത് പുള്ളി കാണിച്ചിട്ടുണ്ട്. ആ ഒരു കോണ്ടന്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണെന്നുണ്ടെങ്കിലും പുള്ളി ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. വളരെ എൻഗേജിങ് ആയിട്ട് തന്നെ ഈ ഒരു സിനിമ പുള്ളിക്കാരൻ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് വളരെ സന്തോഷം. താങ്ക് യു ജിത്തു ജോസഫ് ഫോർ എന്താ പറയുക, ലാലേട്ടനെ തിരിച്ച് ഇങ്ങനൊരു വരവ് സമ്മാനിച്ചതിൽ. കാരണം ലാലേട്ടൻ്റെ കാര്യം നമുക്കറിയാം, കുറേ റൈറ്റേഴ്സും കുറേ ഡയറക്ടേഴ്സും കൂടിയിട്ട് കൊണ്ടുവന്നിട്ട് ലാലേട്ടനെ എന്തൊക്കെയൊക്കെയോ ചെയ്തു. വെറുതെ ബിസിനസ് മാത്രം വർക്കൗട്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് എന്തൊക്കെയൊക്കെ കാണിച്ചു കൂട്ടി. അതിനെനിക്ക് നല്ല ദേഷ്യമുണ്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ. ഒരു മമ്മൂട്ടി ഫാനാണ് ഞാൻ, ബട്ട് സ്റ്റിൽ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ലാലേട്ടനെ കഴിഞ്ഞ കുറേ സിനിമകൾ വെച്ചിട്ട് ലാലേട്ടൻ്റെ സെലക്ഷനെ ഞാൻ കുറ്റം പറയും. ലാലേട്ടനെ വെച്ചിട്ട് അത്തരത്തിലുള്ള പടം അല്ലെങ്കിൽ എഴുതിയ ആൾക്കാരെ ഞാൻ കുറ്റം പറയും. കാരണം അത്രയും ലാലേട്ടൻ എന്ന് പറയുന്നൊരു നടനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പുള്ളീനെ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഉപയോഗിക്കേണ്ടിയിരുന്നത് എന്ന് ഞാൻ പറയും. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, അത്രയും പപ്പടം പോലെ പൊട്ടിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് പുള്ളീനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ഗംഭീര ഹിറ്റ് സമ്മാനിച്ച ജിത്തു ജോസഫിനോട് ശരിക്കും പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് താങ്ക്സ് പറയാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ സിനിമയുടെ അവസാനത്തെ ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു നല്ല ബ്രില്യൻ ഷോട്ടായിരുന്നു.
നമുക്കത് കാണുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു കോരിത്തിരിപ്പൊക്കെ തോന്നും. ആ സീനൊക്കെ വന്ന സമയത്ത് കയ്യടി തന്നെയായിരുന്നു. അത് മീഡിയാസിൻ്റെ ഒരു സംഭവമാണ്. അത് ഞാൻ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം. ലാസ്റ്റ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് മീഡിയയുടെ ഒരു സീന് കാണിക്കുന്നുണ്ട്. അത് ഇങ്ങനെ മീഡിയനെ കവർ ചെയ്യും. അത് ആ ഒരു സീൻ അത് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ആ സീനൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ലാലേട്ടനും അനശ്വരയും തമ്മിലൊരു ഒരു ഒരു സംഭവമുണ്ട്. കോടതിക്കകത്ത് തന്നെ കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് പറയുക, ലാലേട്ടനും അനശ്വരയും കൂടി തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല, ഒരു സീനുണ്ട്. അതിൻ്റെ അകത്ത് ഡയലോഗോ കാര്യങ്ങളൊന്നുമല്ല, രണ്ടുപേരും നിൽക്കുന്നുണ്ട്, ലാലേട്ടനും അനശ്വരയും നിൽക്കുന്നുണ്ട്. ആ സീനിൽ ഒരു ഡയലോഗും ഇല്ല, പക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നും. ലാലേട്ടൻ്റെ ആണെങ്കിൽ ആ സമയത്തുള്ള ഒരു ബിഹേവിയർ ആയിക്കോട്ടെ, അനശ്വരയുടെ ആ ഒരു പെർഫോമൻസ് ആയിക്കോട്ടെ, അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീലായി. ആൻഡ് ഓവറോൾ അടിപൊളി സിനിമ, നല്ലൊരു സിനിമ. എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ ഓൾറെഡി. എനിക്ക് വലിയ ഞെട്ടലൊന്നും തോന്നുന്നില്ല ഇത് കണ്ടിട്ട്. എനിക്ക് ഈ സിനിമ ഹിറ്റായി എന്ന് പറയുന്ന സംഭവത്തിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം എൻ്റെ 2 ദിവസം മുമ്പത്തെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ 100% കോൺഫിഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇത് ഗംഭീര സിനിമയായിരിക്കുന്ന യാതൊരു സംശയമില്ലാതെ തന്നെയാണ് കയറി ചെന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ജിത്തു ജോസഫ് ആത്മാർത്ഥതയുള്ളൊരു സംവിധായകൻ, അങ്ങനെ പറയണം, ആത്മാർത്ഥതയുള്ളൊരു സംവിധായകനാണ്. കാണാൻ കൂടാന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് ഒരു പടം ഒരു സ്റ്റാറിനെ വെച്ചെടുത്തിട്ട് കാശുണ്ടാക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയല്ല. ആത്മാർത്ഥതയുണ്ട്. ആ ആത്മാർത്ഥത ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു സിനിമ പുള്ളി സമ്മാനിച്ചു. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത്? എല്ലാം കൊള്ളാമേ. ഇപ്പോൾ തുടക്കം തൊട്ടിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തുടക്കം ലാലേട്ടൻ അനശ്വരയോട് കേസിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ പോകുന്ന സീനൊക്കെ ഉണ്ട്. കേസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊരു സീനുണ്ട്. ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ ചെറിയൊരു സീനുണ്ടത്. ആ സീന് പോലും നല്ല ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ആ സീന് ചെറിയൊരു സീനാത്, പക്ഷെ ആ സീന് പോലും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്ത പോലെയും നമുക്ക് ഓൾറെഡി കോർട്ട് റൂമിൻ്റെ അകത്ത് എന്താണ് എക്സാക്ട്ലി നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ലല്ലോ. ഈ സിനിമയ്ക്കകത്ത് ഇവർ 70% കോർട്ട് റൂമിൻ്റെ അകത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 70% എന്നാണ് അവർ പറഞ്ഞത്. ആ 70% എന്തായാലും ഇതിൻ്റെ അകത്ത് നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ആയിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് വർക്ക് ആയിട്ടുണ്ട്. പിന്നെ സിനിമ എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ ബാക്കി ഒരു 30% അവർ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമാറ്റിക് ലെവൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് വേണം, അത് അനിവാര്യമാണ് ഈ സിനിമയ്ക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനോ എൻജോയ് ചെയ്യാനോ പറ്റില്ലല്ലോ. ബട്ട് 70% കോർട്ട് റൂമിൻ്റെ അകത്ത് എങ്ങനെയാണ് നടക്കുക എന്നുള്ളൊരു സംഭവം അവർ വളരെ അടിപൊളിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ലാഗൊക്കെ വരാൻ സാധ്യത ഉണ്ടായിരുന്നു. ഒരു 70% കോർട്ടിൽ നടക്കുന്ന കാര്യം എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലാഗൊക്കെ വരാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആ ലാഗ് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്തിട്ടില്ല. ഒരു തരത്തിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് എന്തിനാ സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ? നമുക്ക് സസ്പെൻസും ട്വിസ്റ്റൊന്നും വേണ്ട, ഇതിൻ്റെ അകത്ത് അതില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ത്രില്ലർ അവർ സമ്മാനിച്ചിട്ടുണ്ടെന്നേ. തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ത്രില്ല് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ തെളിയിക്കാൻ വേണ്ടി പോണേ, അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു രീതി. ഇപ്പോൾ ഞാൻ പെർഫോമൻസിനെ കുറിച്ചിട്ട് തന്നെയാണോ മെയിനായിട്ട് പറയണത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പോസിറ്റീവ് സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗംഭീരമായിട്ടുള്ള കാസ്റ്റിംഗ് തന്നെയാണ്. നമ്മൾ സിദ്ദിഖിനെ കുറിച്ചിട്ട് സംസാരിക്കാറുണ്ട്. സിദ്ദിഖ് ഏത് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാലും നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നു. വളരെ കറക്റ്റാണത്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതിന് മുമ്പൊക്കെ തെളിയിച്ചിട്ടില്ല. ഈ സിനിമയ്ക്കകത്താണെന്നുണ്ടെങ്കിലും പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു വക്കീലിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒരു വക്കീലിൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, ടോക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, ലൈക്ക് അതെല്ലാം എന്താണ് പുള്ളി ഇതിൻ്റെ അകത്ത് എല്ലാമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ലാലേട്ടനായിക്കോട്ടെ, എവരിത്തിങ് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഒക്കെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു, വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആയിരുന്നു. ഞാൻ പുള്ളിയുടെ ആക്ടിങ് കപ്പാസിറ്റിയെ കുറിച്ച് പറയണതല്ല, നമ്മൾ പറയേണ്ട കാര്യമില്ല, പുള്ളി ഗംഭീരമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ സിനിമകളായിട്ട് പുള്ളിനെ പല സംവിധായകരും ഉപയോഗിച്ചത് വളരെ അലമ്പായിട്ടാണ്. ലാലേട്ടൻ എന്ന് പറയുന്ന നടനെയൊക്കെ കണ്ടിട്ട് കുറേ ആയടോ. ഇപ്പം ഈ സിനിമ കണ്ടപ്പോഴാണ് ലാലേട്ടനൊക്കെ വളരെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വളരെ കൺട്രോൾഡ് ആയിട്ട് ആ ഒരു ക്യാരക്ടറൊക്കെ പിടിച്ച് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അനശ്വരയെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവുന്നില്ല. അനശ്വര ഞെട്ടിച്ചു. ആൾ ബ്ലൈൻഡാണ്, കണ്ണ് കാണാത്ത ഒരു ആളാണ്. അപ്പോൾ കണ്ണ് കാണാത്ത ഒരാളായിട്ട് അഭിനയിക്കുക, ആ കൊച്ചൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര പ്രായം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഒരു യങ് ആയിട്ടുള്ള ഒരാളാണ്, ഇപ്പോൾ കയറി വരുന്ന സ്റ്റാർ ആയി വരുന്ന ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനൊരു പെർഫോമൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദാർഹമാണ്, അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. കണ്ണ് കാണാത്ത ഒരാളായിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പോഴേ, അപ്പോൾ സംഭവം നമുക്ക് കാണുന്ന സമയത്ത് ഇത്
നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണം ഇവർ കണ്ണ് കാണാത്ത ഒരാളാണ് എന്നുള്ള സംഭവം നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അവർ പെർഫോമൻസിൽ അത് പിടിക്കണം. അത് അവർ അതിൻ്റെ അകത്ത് നന്നായി പിടിച്ചിട്ടുണ്ട്. ആ കണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കണ്ണ് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവർക്ക് കണ്ണ് കാണാൻ വേണ്ടി പറ്റില്ല എന്ന്. അത് നമ്മളെ തോന്നിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ പെർഫോമൻസിൻ്റെ ഒരു മികവ് തന്നെയാണ്. അവരുടെ കണ്ണ് കാണാതെയുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അവരുടെ ആ ഒരു ഞെട്ടലാണെങ്കിലും അല്ലെങ്കിൽ കരച്ചിലാണെങ്കിലും ഇപ്പോൾ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ പറയേണ്ടി വരും. എവരിത്തിങ് അവരുടെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സും പരിപാടികളും ഒക്കെ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ വെല്ലായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് നാവ് കിട്ടുന്നില്ല, പെട്ടെന്ന് വാക്കുകൾ വായിൽ വരുന്നില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ സ്ക്രിപ്റ്റ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ക്യാമറ തുറന്ന് വെച്ചിട്ട് അപ്പം മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നേരെ നല്ല ഗംഭീര സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, 100% പറയുന്നു, ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. നല്ല അസൽ സിനിമ. അത്രേ പറയാനുള്ളൂ. ബൈ.